എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള കേടെറ്റും സെറ്റും നെറ്റിലും ഒക്കെ കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോ, അല്ലെ? നിയമത്തിന്റെ മുൻപിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ്, എല്ലാവരും തുല്യരാണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 14. Then ആർട്ടിക്കിൾ 15, prohibition of discrimination on grounds only of religion, caste, race, caste, sex and place of birth. അപ്പം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം എന്നാണ് മീനിങ്, അല്ലെ? അപ്പം എന്താണ്, ഈ റേസിന്റെയോ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ അല്ലെങ്കിൽ റിലീജിയന്റെ പ്ലേസ് ഓഫ് ബർത്തിന്റെയോ ഒന്നും ബേസിൽ നമ്മൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 15. ആൻഡ് ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17 എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്താണ്? തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയും, അല്ലെ? നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തില് എന്താണ് ചാതുർവർണ്ണ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ളവരാണ്, അങ്ങനെ മാറ്റി നിർത്തുന്ന ആ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് അതൊന്നും വേണ്ട, അൺടച്ചബിലിറ്റി ഒന്നും വേണ്ട, എല്ലാരും ഒരുപോലെയാണ്, എല്ലാ പൗരന്മാരും ഒരുപോലെയാണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. പിന്നെ ഈ ആർട്ടിക്കിൾ 17 റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധി കി ജയ് എന്നുള്ള ഒരു സ്ലോഗനോടെ പാർലമെന്റ് പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണെന്ന്. അതും ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 17 ആണ് അതിന്റെ ആൻസർ. ദെൻ ആർട്ടിക്കിൾ 21, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമ്മുടെ എന്താണ് ജീവിക്കാൻ, നമ്മുടെ ജീവന്റെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ ലിബർട്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ ഉള്ള അവകാശം. ദെൻ ആർട്ടിക്കിൾ 21A, ഇത് നമ്മുടെ എഡ്യൂക്കേഷനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 21A എന്താണ്? റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ 6 to 14 ഇയേഴ്സ് ആണ്. അപ്പൊ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A. ദെൻ ആർട്ടിക്കിൾ 24, prohibits employment of children below 14 years of age. 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ എന്താണ് എംപ്ലോയ്മെന്റിന്, വർക്കിനൊന്നും വിടരുത്. നമ്മുടെ എന്താണ് ബാലവേല നിരോധനം, അതാണ് ആർട്ടിക്കിൾ 24. കുട്ടികളെ എംപ്ലോയ്മെന്റിന് യൂസ് ചെയ്യരുതെന്നുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. അതായത് എന്താണ്, ചിൽഡ്രന് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 45. ദെൻ ആർട്ടിക്കിൾ 46, എഡ്യൂക്കേഷൻ ഫോർ വീക്കർ സെക്ഷൻസ് SC/ST. നമ്മുടെ സൊസൈറ്റിയിൽ പിന്നോക്കം നിൽക്കുന്ന വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ എഡ്യൂക്കേഷന് എന്താണ് മുൻഗണന കൊടുക്കുന്ന രീതിയിൽ വരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 46. ദെൻ ആർട്ടിക്കിൾ 51A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 350A, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മദർ ടങ്. പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലില് കുട്ടികൾക്കുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? മദർ ടങ് ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 350A. അപ്പൊ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേടെറ്റിനും സെറ്റിനും ഒക്കെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ഇത്രയും പറഞ്ഞത് നമ്മള്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നന്ദി.